ഹോസ്ദുർഗ ലക്ഷ്മി വെങ്കടേശ്വര ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിന് തുടക്കമായി. ഇതിന്റെ ഭാഗമായി കാശി മഠാധിപതി സ്വാമി സംയമീന്ദ്ര തീർത്ഥ നിധി കലശ സ്ഥാപനവും ശിലാന്യാസവും നിർവഹിച്ചു. കാസർഗോഡ് ജില്ലയിലെ പ്രധാന ക്ഷേത്രങ്ങളിലൊന്നായ ഹോസ്ദുർഗ ലക്ഷ്മി വെങ്കടേശ ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണത്തിന് തുടക്കമായി. ഇതിന്റെ ഭാഗമായി നിധി കലശ സ്ഥാപനവും ശിലാന്യാസവും കാശി മഠാധിപതി സ്വാമി സംയമീന്ദ്ര തീർത്ഥ നിർവഹിച്ചു. കഴിഞ്ഞ ദിവസം കോടി ഗായത്രി യാഗം നടന്നയിടത്താണ് ശിലാന്യാസം നടന്നത്. ഹാറാടി യോഗീഷ് ഭട്ട്, ഹോസ്ദുർഗ യോഗീഷ് ഭട്ട്, എം വെങ്കടേഷ് ഭട്ട്, ബി വിഷ്ണു ആചാര്യ, എച്ച് എസ് ദിവാകർ ആചാര്യ എന്നിവർ ശിലാന്യാസത്തിന് കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് സംയമീന്ദ്ര തീർത്ഥ സ്വാമിജി അനുഗ്രഹ പ്രഭാഷണം നടത്തി. ക്ഷേത്രത്തിന്റെ ശ്രീകോവിലും ചുറ്റമ്പലവും പൂർണ്ണമായും കരിങ്കല്ലിലാണ് നിർമ്മിക്കുന്നത്. മുന്നിൽ സ്ഥല സൌകര്യമൊരുക്കുന്നതിനായി നിലവിലുള്ളതിലും 12 മീറ്റർ കിഴക്കോട്ട് മാറിയാണ് പുതിയ ക്ഷേത്രം ഉയരുന്നത്. മുൻഭാഗത്ത് 20 മീറ്റർ ഉയരമുള്ള രാജഗോപുരം നിർമ്മിക്കും. അനുബന്ധമായി ഓഡിറ്റോറിയം, അഗ്രശാല, പാർക്കിംഗ് എന്നിവ നിലവിൽ വരും. 1 വർഷം കൊണ്ട് ക്ഷേത്രത്തിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമെന്ന് ഭാരവാഹികളായ എച്ച് ഗോകുൽദാസ് കാമത്ത്, എച്ച് ഗുരുദത്ത് പൈ, എം നാഗരാജ് നായക് എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.